ജയചന്ദ്രൻ പാടി രാജീവ് നയനെ നീ ഉറങ്ങൂ രാഘവിലോരി നീ ഉറങ്ങുന്നു പറഞ്ഞു. ആ പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരാട്ടുകൾ അമ്മ പാടുന്ന താരാട്ടുകൾ വന്നിട്ടുണ്ട്, അച്ഛൻ പാടുന്ന താരാട്ടുകൾ വന്നിട്ടുണ്ട്, പിന്നെ അമ്മൂമ്മ പാടുന്ന താരാട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഭാര്യ ഉറക്കാൻ ഭർത്താവ് പാടുന്ന താരാട്ട് മലയാളത്തിൽ ആദ്യം വരുന്നു, മലയാള സിനിമയിൽ. അപ്പോൾ ഭാര്യ ഉറക്കാൻ വേണ്ടി ഭർത്താവ് പാടുന്ന താരാട്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ് രാജീവ് നയനെ നീ ഉറങ്ങുന്നുള്ള പാട്ടിനുള്ളത്. രാജീവ നയനെ നീയുറങ്ങൂ രാഗവിലോലെ നീയുറങ്ങൂ, രാജീവ നയനെ നീയുറങ്ങൂ രാഗവിലോലെ നീയുറങ്ങൂ. ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ, ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ, അധരത്തിൽ ചാർത്തി നീയുറങ്ങൂ. രാജീവ നയനെ നീയുറങ്ങൂ രാഗവിലോലെ നീയുറങ്ങൂ. രാജീവ നയന എന്ന ഗാനം ഭാവഗായകൻ ജയചന്ദ്രന് തമിഴിലൊരു വലിയൊരു അവസരം ആണ് ഉണ്ടാക്കി കൊടുത്തത്. ഈ ഗാനം കേട്ട MGR MS വിശ്വനാഥനെ വിളിച്ച് അന്വേഷിച്ചു, ഇതാരാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്, വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ടല്ലോ, ആരാണ് ഈ ഗായകൻ. അപ്പോൾ MSV ആണത്രേ MGRന് പറഞ്ഞു കൊടുത്ത്, ഇത് ദാസേട്ടന് ശേഷം ഏറ്റവും അധികം ശ്രദ്ധേയനായ ഗായകനാണ് മലയാളത്തിൽ ജയചന്ദ്രൻ. അങ്ങനെയാണ് MGRന് വളരെയധികം ഇമ്പ്രസീവായിട്ട് അദ്ദേഹത്തിൻ്റെ മധുരൈ മീട്ട സുന്ദരപാണ്ഡ്യൻ എന്ന അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആവുന്നതിന് തൊട്ട് മുമ്പേ ഏറ്റവും അവസാനമായിട്ട് അഭിനയിച്ച ചിത്രം മധുരൈ മീട്ട സുന്ദരപാണ്ഡ്യൻ. ആ ചിത്രത്തിൽ വളരെ മനോഹരമായൊരു ഗാനം ജയേട്ടന് പാടാൻ അവസരം ലഭിച്ചത് രാജീവ നയനെ എന്ന ഈ ഗാനം MGR കേട്ടതുകൊണ്ട് കൂടിയാണ്. എൻ പ്രേമഗാനത്തിൻ ഭാവം നിന്നീല കൺപീലിയായി, എൻ പ്രേമഗാനത്തിൻ ഭാവം നിന്നീല കൺപീലിയായി, എൻ കാവ്യ ശബ്ദാലങ്കാരം നിന്നാവിൽ കിളിക്കൊഞ്ചലായി, നിന്നാവിൽ കിളിക്കൊഞ്ചലായി. ആരീരരോ 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 ആരീരരോ, രാജീവ നയനെ നീയുറങ്ങൂ രാഗവിലോലെ നീയുറങ്ങൂ. സ്വർഗമെന്ന ഗാനത്തിൽ സ്വർണ്ണമുഖി നദിക്കരയിൽ എന്നൊരു പാട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ശരിക്കും ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാൻ രാവണിത്തല്ലായി മാറി എന്നുള്ള പാട്ടും ഈ സ്വർഗമെന്ന ഗാനത്തിൽ സ്വർണ്ണമുഖി നദിക്കരയിൽ എന്നുള്ള പാട്ടും, ഈ രണ്ട് പാട്ടുകൾ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത പാട്ടുകൾ. അതിന് ഈ സ്വർഗമെന്ന ഗാനത്തിൽ വളരെ നല്ല രചനയാണ്. പക്ഷേ അതിൻ്റെ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ചന്ദ്രകാന്തത്തിലെ എല്ലാ പാട്ടുകളും നല്ല രചനയാണെന്ന് 100% ജനങ്ങളെ സമ്മതിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഈ പടം അവാർഡിന് പോയപ്പോൾ മികച്ച സംഗീത സംവിധാനം MS ഉഷാൻ ചന്ദ്രകാന്ത് ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ, മികച്ച ഗായിക S ജാനകി ചിത്തൻ ചന്ദ്രകാന്തം ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ, ഗാനരചന മാത്രം ശ്രീകുമാരൻ പേരല്ല. അങ്ങനെ എപ്പോഴും കേരള ഗവൺമെൻറ് ഒരു ശ്രീകുമാരൻ തമ്പിയെ മാത്രം മാറ്റി നിർത്തും. അങ്ങനെ ചന്ദ്രകാന്തിന് 2 അവാർഡ് കിട്ടി, ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ആൻഡ് ബെസ്റ്റ് സിംഗർ ഫീമെയിൽ. സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമയി വാഴുന്നു ഞാൻ സുഖമറിയാതെ സുഖമറിയാതെ. കൽപ്പനതൻ കണ്ണുനീരിൽ സ്മരണതൻ ഗദ്ഗദത്തിൽ, കൽപ്പനതൻ കണ്ണുനീരിൽ സ്മരണതൻ ഗദ്ഗദത്തിൽ, വ്യർത്ഥമിന്നും പാടുന്നു ഞാൻ ശ്രുതിയറിയാതെ ശ്രുതിയറിയാതെ. സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമയി വാഴുന്നു ഞാൻ സുഖമറിയാതെ സുഖമറിയാതെ. പൊതുവേ
നമ്മൾ മ്യൂസീഷ്യൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഗാനമാണ്. സാധാരണ ജനങ്ങളിലോട്ട് എത്രത്തോളം ഈ പാട്ട് എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിലത്തെ വേറെ 1-2 ഗാനങ്ങൾ അസാമാന്യ ലെവലിൽ സൂപ്പർ ഹിറ്റുകളായിരുന്നു. അതുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ പാട്ട് സാധാരണ ജനങ്ങളോട്ട് അത്ര എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ മ്യൂസീഷ്യൻസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ് സ്വർഗം എന്ന കാനനത്തിൽ നിന്നുള്ള MSV സാറിൻ്റെ അതിമനോഹരമായിട്ടുള്ള കമ്പോസിങ്ങിൽ പിറന്ന ഈ ഗാനം. ചക്രവാകം രാഗത്തിലാണ്. ചക്രവാകം രാഗത്തിൽ ഒരുപാട് ഗാനങ്ങൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഈ രാഗത്തിൽ പിറന്ന മറ്റ് ഗാനങ്ങളിൽ നിന്നൊക്കെ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു കമ്പോസിങ് സ്റ്റൈലാണ് MSVയുടെ ഈ പാട്ടിലൂടെ നമുക്ക് കാണുന്നത്. നിത്യരാഗ നന്ദനത്തിൽ ചിത്രപുഷ്പശയ്യകളിൽ നിന്നെ ഓർത്തു കേഴുന്നു ഞാൻ നിദ്രയില്ലാതെ. രാത്രികൾ തൻ ശൂന്യതയിൽ പ്രേമപൂജ ചെയ്തിടുന്നു. സത്യമായ നിൻ പ്രഭതൻ പൂക്കളില്ലാതെ.